സ്നേഹമുള്ളവരെ, ഭാരതത്തിലെയും കേരളത്തിലെയും കർഷകർ അതിഭയാനകമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് അനേകം സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും ചില നയങ്ങളും നയവൈകല്യങ്ങളും മൂലം പല മേഖലയിലും കർഷകര് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ സമകാലീന ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ നെൽകൃഷി ഉപേക്ഷിച്ചു പോകുന്നു, റബ്ബർ കൃഷി ഉപേക്ഷിച്ചു പോകുന്നു. അങ്ങനെ പലവിധ വിളകളും ലാഭകരമല്ലാത്തതുകൊണ്ട് ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചു പോകുന്നു. മറുഭാഗത്ത് വന്യമൃഗശല്യം മൂലം കർഷകൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. വേറൊരു പ്രശ്നം, കാടിനോട് വനാതിർത്തിയിലുള്ള കർഷകര് തങ്ങളുടെ ഉപജീവനോപാധി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ ജീവിക്കുന്നു. അപ്പൊ വികലമായ ചില നയങ്ങൾ തിരുത്താനായി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതിനെ പരിപോഷിപ്പിക്കുന്ന ബോർഡുകളും തയ്യാറായില്ലെങ്കിൽ കാളിദാസനോട് കാളി പറഞ്ഞതുപോലെ ഇരിക്കുന്ന കമ്പ് മുറിച്ചു കളയുകയാണ് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കത്തോലിക്ക കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് കത്തോലിക്ക കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് കർഷകരുടെ മാത്രം പ്രശ്നമല്ല, ഇത് രാജ്യത്തിന്റെ പ്രശ്നമായിട്ട് എടുക്കണം. ഏറ്റവും അടുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 250 രൂപയെങ്കിലും കിലോയ്ക്ക് ലഭിച്ചാൽ മാത്രമേ ഒരു ചെറുകിട റബ്ബർ കർഷകന് മാന്യമായി ഉപജീവനം കഴിക്കാൻ കഴിയുള്ളൂ എന്ന് റബ്ബർ ബോർഡിന്റെ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ ഇലക്ഷനിൽ സംസ്ഥാന ഗവൺമെന്റ് റബ്ബർ കർഷകർക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. റബ്ബറിന്റെ വില 250 രൂപയായിട്ടെങ്കിലും ഞങ്ങൾ പിടിച്ചു നിർത്തും. പക്ഷേ പ്രിയമുള്ളവരെ, ഈ മാസത്തെ വില നിലവാര പട്ടിക പരിശോധിച്ചാൽ റബ്ബറിന്റെ വില 250 പോയിട്ട് 150 താഴ്ന്നിരിക്കുകയാണ്. അപ്പൊ ഈ വിലയുടെ ഈ താഴ്ച റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്? അത് റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എത്രയാണോ റബ്ബറിന്റെ ആഭ്യന്തര ഡിമാൻഡ്, എത്രത്തോളം നാച്ചുറൽ റബ്ബർ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമുണ്ടോ, അതിനേക്കാൾ കൂടുതൽ റബ്ബർ ഇന്തോനേഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. അതാണ് ഇത്ര പെട്ടെന്ന് തന്നെ വില കുറയാനായിട്ടുള്ള കാരണം. ഇത്തരത്തിലെ ഒരു വർഷം നീണ്ടു നിന്നാൽ പല കർഷകരും ആത്മഹത്യയുടെ വക്കിലെത്തും. മാത്രമല്ല, ഇനിയുള്ളവർ പോലും കൃഷി ഉപേക്ഷിച്ചു പോകും. അപ്പൊ ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഇതാണ്, നിങ്ങൾ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 250 രൂപ കിലോയ്ക്ക് ലഭിക്കാനുള്ള സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കണം. റബ്ബർ കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള സബ്സിഡികൾ, സാമ്പത്തിക സഹായങ്ങൾ സമയബന്ധിതമായിട്ട് നൽകണം. ഇതാണ് ഞങ്ങൾക്ക് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഇറക്കുമതി നയം കൈകാര്യം ചെയ്യുന്നതിൽ അപകടം സംഭവിച്ചാൽ രാജ്യത്തിന്റെ കാർഷിക മേഖല എന്ന അടിത്തറ തകർന്നു പോകും. അതിന് വില നയം നിർണയിക്കുമ്പോൾ സർക്കാർ ചില അടിസ്ഥാന തത്വങ്ങൾ മനസ്സിൽ കാണണം. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിർണയിക്കുമ്പോൾ ഉൽപാദകന് അനുകൂലമായിട്ട് വില നിർണയിക്കണോ, ഉപഭോക്താവിന് അനുകൂലമായിട്ട് വില നിർണയിക്കണോ? ഉപഭോക്താവിന് അനുകൂലമായിട്ട് വില നിർണയിച്ചാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും. ഉൽപാദകന് അനുകൂലമായിട്ട് വില നിർണയിച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാകും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വില നിർണയം നടത്തുമ്പോൾ ഒന്നാമതായി നോക്കേണ്ടത് ഉപഭോക്താവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉൽപാദകന് കൊടുത്താൽ മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ നിലനിൽക്കുകയുള്ളൂ.
രണ്ടാമതായി പ്രൈമറി ഉൽപാദകൻ, കർഷകനും വ്യവസായിയും തമ്മിൽ വിലയിൽ ഏറ്റുമുട്ടുമ്പോൾ ആരെയാണ് സഹായിക്കേണ്ടത്? കർഷകന്റെ പ്രൈമറി പ്രൊഡക്ട്സ് ആണ്. അവന് കിട്ടുന്ന വാല്യൂ ആഡഡ് വളരെ കുറവാണ്, ലാഭം വളരെ കുറവാണ്. വ്യവസായിയുടെ ഫൈനൽ ഗുഡാണ്, അവന് കിട്ടുന്ന ലാഭത്തിന്റെ തോത് വളരെ അധികമാണ്. രണ്ടുപേരും ഉൽപാദകരാണ്. രണ്ട് ഉൽപാദകർ വിലയ്ക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ സർക്കാർ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? വ്യവസായിക്ക് പ്രാധാന്യം കൊടുക്കണോ, കർഷകന് പ്രാധാന്യം കൊടുക്കണോ? അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രൈമറി പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ ഉൽപാദനം നടത്തുന്നവർക്ക് രണ്ടാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം വില നിർണ്ണയിക്കാൻ. അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക അടിത്തറ തകർന്നു പോകുമെന്ന് കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വ്യവസായികൾക്ക് പ്രാധാന്യം കൊടുക്കണോ? വേണം. പക്ഷെ അതിലെ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? ഇത് നിർണയിക്കേണ്ടത് ഇറക്കുമതി കയറ്റുമതിയെ നോക്കിക്കൊണ്ടാണ്. ഇറക്കുമതി കൂടിയാൽ സ്വാഭാവികമായിട്ടും ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വളരെ താഴേക്ക് പോകും. അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി ആ എക്സൈസ് ഡ്യൂട്ടിയുടെ വിലയെ നിർണ്ണയിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഫോറിൻ ട്രേഡ് മിനിസ്ട്രി അതിനുവേണ്ട നയരൂപീകരണം നടത്താനായി കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോൾ കിട്ടുന്ന തീരുവയുടെ, എക്സൈസ് ഡ്യൂട്ടിയുടെ 1% ചെറുകിട റബ്ബർ കർഷകർക്ക് ക്ഷേമനിധിയായിട്ട് രൂപപ്പെടുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഈയിടെ ഒരു പുതിയ നിയമം യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയിട്ടുണ്ട്. എന്താണ് ആ നിയമം? ഫോറസ്റ്റിൽ കൃഷി ചെയ്യുന്ന റബ്ബർ ആണെങ്കിൽ അത്തരം റബ്ബർ യൂറോപ്പ് ഇമ്പോർട്ട് ചെയ്യുകയില്ല, അതിനെ നിരുത്സാഹപ്പെടുത്തും. കേരളത്തിൽ അങ്ങനെ കാട്ടിൽ റബ്ബർ കൃഷി ചെയ്യുന്നില്ല. പക്ഷേ ചില തൽപര കക്ഷികൾ റബ്ബറിന്റെ വില ഇടിക്കാൻ വേണ്ടി ചില മൾട്ടിനാഷണൽ കമ്പനികൾ വിദേശത്ത് കേരളത്തിലെ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കാട്ടിലാണെന്നുള്ള ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. അത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചറിയണം. അത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കും. ചൈനയിലെ നയം നമുക്കൊന്ന് പരിശോധിക്കാം. ചൈന ഗവൺമെന്റ്, യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ചൈന ഗവൺമെന്റ് എന്ത് ചെയ്തു? അവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങൾ ഈ ട്രീറ്റിയിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറില്ല. ആ ഗവൺമെന്റ് അവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനായി എത്ര ധീരമായ നടപടിയാണ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് വിദേശ ശക്തികൾ കൊണ്ടുവരുന്ന എല്ലാ കരാറുകളിലും ഒപ്പിടാതിരിക്കാനുള്ള ചങ്കുറ്റം കാണിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അത് ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ നടത്തി നമ്മുടെ കാർഷിക വ്യവസ്ഥയെ തകർക്കുകയാണെങ്കിൽ വിദേശ കുത്തകകൾക്ക് ഭാവിയിൽ അവര് പറയുന്ന വിലയ്ക്ക് നമ്മുടെ വ്യവസായികൾ റബ്ബർ വാങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേരുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ ഇവിടുത്തെ ചെറുകിട കർഷകര് നശിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലും മറ്റു രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് പറയുന്ന വിലയ്ക്ക് ഇവിടെയുള്ള ടയർ ഇൻഡസ്ട്രികൾ റബ്ബർ മേടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കരുത് എന്ന് ഞങ്ങൾ സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ റബ്ബർ ബോർഡിനോട് ഞങ്ങൾക്ക് എന്താണ് അഭ്യർത്ഥിക്കാനുള്ളത്? പ്രിയ ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾ നിലനിൽക്കുന്നത് ഈ റബ്ബർ കൃഷിക്ക് വളർച്ച ഉണ്ടാകാനാണ്. അതിനുവേണ്ടി നിങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ റബ്ബറിനെ കണക്കാക്കുന്നത് ഒരു വ്യവസായ അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏരിയ എന്നുള്ളതാണ്. അത് കൃഷിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ റബ്ബർ ബോർഡിന് ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാങ്കേതികമായ അറിവുണ്ട്, കഴിവുണ്ട്.
അത് ചെയ്താൽ റബ്ബർ കർഷകരുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടും. മാത്രമല്ല, ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിന്റെ ക്വാളിറ്റി ഇവിടെ ഉണ്ടാക്കുന്ന റബ്ബറിന്റെ ക്വാളിറ്റിക്ക് തുല്യമല്ല എങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് നിർണയിച്ച് ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിന്റെ സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്താനുള്ള ഒരു മാനദണ്ഡം നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഇവിടുത്തെ കർഷകർ നശിക്കാതെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബർ ബോർഡിനോടും കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും കത്തോലിക്ക കോൺഗ്രസ് സ്നേഹബുദ്ധിയ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. റബ്ബർ കർഷകന്റെ വില നിലനിർത്തിയില്ലെങ്കിൽ ചെറുകിട കർഷകർ നശിച്ചു പോയാൽ അത് റബ്ബറിന്റെ മാത്രമല്ല, തേയിലയുടെ കാര്യം എടുത്താൽ ഇതാണ്. ചെറുകിട തേയില കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു വ്യവസായി പോലും നശിച്ചു പോയാൽ അത് രാഷ്ട്രത്തിന് ദോഷമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ത്വരിതഗതിയിൽ നയങ്ങൾ മാറ്റണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത 1-ാം തീയതി പ്രതിഷേധ സൂചകമായി ഞങ്ങൾ കോട്ടയം ലൂർദ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രചരണ ജാഥ കോട്ടയത്തുള്ള റബ്ബർ ബോർഡിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. പ്രസ്തുത പ്രതിഷേധ പ്രകടനത്തിൽ നല്ലവരായ, രാജ്യത്തെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ പുരോഗതി, സാമ്പത്തിക പുരോഗതി ലക്ഷ്യം വയ്ക്കുന്ന, നമ്മുടെ മക്കളുടെ ഭാവി ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ പൊതുജനങ്ങളും കർഷകരും പങ്കെടുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.